നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തം ഞെട്ടലോടെയാണ് പുറം ലോകമറിഞ്ഞത്. ഏകദേശം 10 മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീപിടുത്തത്തിൽ ഏകദേശം 75 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കുകൂട്ടൽ. അതേസമയം കോഴിക്കോട്ടെ തീപിടുത്തത്തിൽ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിഷയത്തിൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തേടിയത്. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ച് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് ഫയർ ഡിപ്പാർട്ട്മെന്റിനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്കും കൈമാറും. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വസ്ത്രവ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടാകുന്ന സമയത്ത് കട തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു. നിരവധി ആളുകൾ കെട്ടിടത്തിലും ഉണ്ടായിരുന്നു. തീ പടരാൻ തുടങ്ങിയതോടെ എല്ലാവരെയും ഒഴിപ്പിക്കുകയാണ് ചെയ്തത്. 1-ാം നിലയിലും 2-ാം നിലയിലും മുഴുവൻ തീ പടർന്നു. സ്കൂൾ തുറക്കൽ പ്രമാണിച്ച് യൂണിഫോം, തുണിത്തരങ്ങളും മറ്റു വസ്ത്രങ്ങളും വലിയ തോതിൽ കടയിൽ സംഭരിച്ചിരുന്നു. കെട്ടിടത്തിനകത്തുള്ള വസ്ത്രങ്ങൾ കത്തി താഴേക്ക് വീഴുകയായിരുന്നു. തീ മണിക്കൂറുകളോളം കത്തിയതോടെ നഗരത്തിൽ മുഴുവൻ കറുത്ത പുക പടരുന്ന നിലയിലായി. നഗരത്തിൽ ഗതാഗത കുരുക്കുമുണ്ടായി. അതേസമയം തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. 10 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അടയ്ക്കാൻ സാധിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രത്യേക ഫയർ എഞ്ചിൻ അടക്കം സ്ഥലത്തെത്തിച്ചിരുന്നു. ഇതുൾപ്പെടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ 14 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. കെട്ടിടത്തിന്റെ ഘടനയാണ് വെല്ലുവിളിയായതെന്നും കെട്ടിടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നതും പ്രധാനമാണ്. ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണം തീയണയ്ക്കുന്നതിന് തടസ്സമായി എന്നും അധികൃതർ വ്യക്തമാക്കി.